പടം ഇറങ്ങണ പോകുമ്പോ രണ്ട് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടം ഗുണമില്ല. പിന്നെ ഞാൻ അഭിനയിച്ച ഞാൻ സത്യസന്ധ റിവ്യൂ കൊടുത്തത്. പിന്നീട് മാറ്റി പറയാൻ കാരണം സിനിമയെ എന്റെ റിവ്യൂ സിനിമയെ ബാധിച്ചു. സിനിമ മേഡം വിളിച്ചു പറഞ്ഞു ഞാൻ കൊടുത്ത റിവ്യൂ സിനിമയെ ബാധിച്ചു വന്നു. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, അതിന്റെ പേരിൽ ഒരു മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ വേറെ റിവ്യൂ വേറെ നല്ല ഭാഗം മാത്രം പറഞ്ഞത്. മാത്സ് അപ്പീലുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നു അവരാ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോൾ അവർ അവരുടെ സിനിമയെ എന്റെ റിവ്യൂ അവരുടെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഭർത്താവ് ഉണ്ണിലോനെ വിളിച്ച് തെളിവിച്ചു എന്ന് പറയണം. പടം ഗുണമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഒരു പടം കൊണ്ടാവാൻ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആ പടത്തിൽ കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. ഒരു പടം നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇനി ഒരു അന്ന് മുമ്പും കുറെ പ്രൊമോഷൻ നടത്തി കുറെ നടത്തിയത് ഇവർക്കൊരു സിനിമാ ബോധം വേണ്ടേ? ഈ സിനിമ വിജയിക്കോ ഇല്ലയോ എന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ എന്തുകൊണ്ടാണ് പോസിറ്റീവ് പറഞ്ഞു? പോസിറ്റീവായിട്ട് ഒരു മനുഷ്യത്തിന്റെ പേരിൽ അവരുടെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കളക്ഷൻ അവരുടെ ഒരു മത്സ്യപരമായ രീതിയിലും പറഞ്ഞു. അത് ഞാൻ മാറ്റിയല്ല പറഞ്ഞത്. അതിന്റെ പോസിറ്റീവ് കാര്യം മാത്രം പറഞ്ഞു. മാസ് അപ്പീലുണ്ട്, പിന്നെ പോസിറ്റീവ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഒരു മത്സ്യപരമായ കാര്യമാണ്. കാരണം ഇവർ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മത്സ്യപരമായിട്ട് മാത്രമാണ് ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞത്, മാറ്റിയല്ല പറഞ്ഞത്. പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് ഒന്നും പറയാതെ പോസിറ്റീവ് മാത്രം പറഞ്ഞു. അതൊരു മനുഷ്യത്വപരമായ ഒരു തിങ്കിങ് ആണ്. അല്ലാതെ എനിക്ക് അല്ലാതെ കാശിട്ടാൻ വേണ്ടിയോ അതിനു വേണ്ടിയോ ഒന്നല്ല. എന്റെ പടയെ കൊണ്ട് പെരേര കാണിക്കും സ്വാർത്ഥനല്ലേ, പുള്ളി അഭിനയിച്ച പടയെ കൊണ്ട് പുള്ളി പൊക്കി പറയാണ്. പടം നമ്മളെ അഭിനയിച്ച പടമാണെങ്കിൽ മോശമാണെങ്കിൽ മോശം പറയണം, നമ്മളെ അഭിനയിച്ച പടമാണ്. പക്ഷെ അത് വേറെ ആൾ ബാധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ പറയുന്ന റിവ്യൂ അല്ല, ഇവിടെ പറയുന്ന അഭിപ്രായമാണ്. പെരേര ഞാനും കൊടുക്കുന്നതൊന്നും റിവ്യൂ അല്ല, അഭിപ്രായമാണ്. പെരേര എവിടെ ജനുവൻ റിവ്യൂ കൊടുത്തിരിക്കുന്നത്? എല്ലായിടത്തും സിനിമാക്കാർ സൂചിപ്പിക്കാൻ വേണ്ടി പൊക്കി പറയല്ലേ. അല്ല അപ്പൊ ഈ ഇറങ്ങുന്ന എല്ലാ പടവും നല്ല പടം അറിയണം. എത്രയോ കച്ചറ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒന്നുമില്ലാത്ത പണ്ട് രാഷ്ട്രമാണ് മൂവി കൊടുത്ത റിവ്യൂ ശരിയല്ല. ഞാൻ രാഷ്ട്ര കണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം ഓരോ രാഷ്ട്രമാണ് മറ്റൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നെഗറ്റീവ് കൊടുത്തു പുള്ളി. ഈ സിനിമ ആശാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് ചില പടം ഇഷ്ടപ്പെടും. ഇപ്പൊ താണ്ഡവൻ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, താണ്ഡവം, പ്രജ പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടാവും, ഒരു മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും കാണണം. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് വിശകലനം ചെയ്യാനോ ആസ്വദിക്കാനോ പറ്റില്ല. റിവ്യൂയുടെ ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതിപ്പോൾ അശ്വിൻ ഗോഖലെ ഇഷ്ടപ്പെടാത്ത എത്ര പടം ഓടിയിരിക്കുന്നു. ഇതിപ്പോൾ ചില പടം വളരെ നല്ല പടം എന്ന് പറയുന്ന പടം ചിലർക്ക് ഇഷ്ടപ്പെടില്ല, വളരെ മോശമായ പടം ചിലർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ താണ്ഡവം, പ്രജല വളരെ മോശം പടമാണ്, അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എന്നാൽ വളരെ നല്ല പടങ്ങളായ തന്മാത്ര പോലെ പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം റിലേറ്റീവ് അല്ലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ്. അപ്പോൾ റിവ്യൂയുടെ ആവശ്യമില്ല. നിങ്ങൾ പോയി പടം കാണുക. നിങ്ങൾ 100 പേരെ പോകുള്ളൂ. ഞാൻ മറ്റേ പറയാൻ കാരണം ഒരു 120 രൂപയാണ് ഒരു പ്രേക്ഷകന് കാശ് പോകുന്നത്. ഒരു പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകുന്നത്? ഇപ്പോൾ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ ഒരു പ്രേക്ഷകന് 100 അല്ലെങ്കിൽ 120 രൂപയെ ചിലവാകുള്ളൂ. പക്ഷേ പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത്? കോടിക്കണക്കിന്. ഈ റിവ്യൂയുടെ ആവശ്യമില്ല. റിവ്യൂ നിർത്തണം. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. റിവ്യൂ നിർത്തണം. റിവ്യൂയുടെ ആവശ്യമില്ല. ഇത് സിനിമയെ ഒരു ഇതിലും ബെനിഫിറ്റ് ചെയ്യുന്നില്ല. 100-120 രൂപയിലേ പോകുള്ളൂ. പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകുന്നത്? നിങ്ങൾക്ക് സിനിമ ട്രെയിലർ കേട്ടാൽ മനസ്സിലാവില്ലേ പടം നല്ലതാണോ ഇല്ലയോ എന്ന്? നിങ്ങൾ എന്തിനാണ് ഈ റിവ്യൂവിന് കാത്തിരിക്കുന്നത്? ഇവിടെ റിവ്യൂ ഒന്നും നടക്കുന്നത്. ഇവിടെ വെറും കോമാളിത്തരമാണെങ്കിൽ കിംബോയിൽ എന്ത് റിവ്യൂ കൊടുക്കുന്ന പറയുന്നത്? റിവ്യൂ ആവശ്യമില്ല, എടുത്ത് കളയണം. ഒരു ഗുണവും ഇല്ല. ആളുകൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ബാഡ് ബോയ്സ് പടം എനിക്ക് പടം ഇറങ്ങുന്ന മുമ്പേ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടം കൊള്ളില്ല. പിന്നെ ഞാൻ മാറ്റിയല്ല പറഞ്ഞത്, അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞു. കാരണം ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട്. പക്ഷെ ഇവർക്ക് സിനിമ ഉണ്ടാക്കുന്നവർക്ക് ബോധം വേണ്ടേ ഈ പടം വിജയിക്കുകയോ ഇല്ലയോ എന്ന്? അതിന് ഉണ്ണിയോട് വിളിച്ചിട്ട് എന്ത് കാര്യം? പടം ഗുണമില്ല എന്നേ കാര്യം. ഒരു പടം നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അല്ല ഞാൻ ചോദിച്ചു, അതേ ചോദിച്ചു വീണ്ടും ചോദിക്കാം. അശ്വിൻ കോക്ക് എന്താ റിവ്യൂ പറയാത്തത്? അയാളുടെ പേഴ്സണൽ അടുപ്പം കൊണ്ടായിരിക്കും. ഒമലൂരായിട്ട് അടുപ്പമുണ്ട്. ഒമലൂരിനെ ചെയ്താൻ പറഞ്ഞിട്ടില്ലല്ലോ. മറ്റേ ഉണ്ണിലോകം ശശാവൻ പറഞ്ഞു. നമ്മളുടെ സീക്രട്ടിന് പോസിറ്റീവ് കൊടുത്തിരിക്കുകയാണ്. സീക്രട്ടിന്റെ DNA പോസിറ്റീവ് കൊടുത്ത ആളാണ്. ഇതൊക്കെ ഇവിടെ ആര് ജെന്യൂൻ ആയിട്ടുള്ളതാ? ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ എന്നെ പോലെ ആൾക്കാർക്ക് അടി കൊള്ളുകയാണ്. അശ്വിൻ ഗോക്ക് സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അശ്വിൻ ഗോക്കിന് അമറുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അത് വൺ ഡേ ഫാൻ ഫൈറ്റ് ക്ലബ്ബാണ്, അതുപോലെ പരിചയമുണ്ട്. അതുകൊണ്ട് പുള്ളി കൊടുക്കാത്ത. അതുകൊണ്ടല്ല, അത് പുള്ളിയെ പടക്കാൻ വയ്യ, ഒമനൂര് പടക്കാൻ വയ്യ, അത്ര തന്നെ. അല്ലെങ്കിൽ പുള്ളി കൊടുക്കാൻ വയ്യ.
പൊന്നിരാശ് കുഴപ്പമില്ല. പക്ഷെ പുള്ളി ഭയങ്കര പേടിയുള്ള ആളാന്ന് തോന്നുന്നു. പെട്ടെന്ന് പുള്ളിക്ക് പേടിയാന്ന് തോന്നുന്നു എല്ലാവരെയും. പിന്നെ പുള്ളി ഒരുമാതിരി ജെന്യൂനായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആൾ തന്നെയാണ്. പുള്ളി ടെക്നിക്കൽ സൈഡ് എല്ലാം പറയാറുണ്ട്, സിനിമയുടെ ടെക്നിക്കൽ സൈഡ് എല്ലാം പറയാറുണ്ട്. പുള്ളി പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ഡിലീറ്റ് ചെയ്തോ? വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ഡിലീറ്റ് ചെയ്തോ? റിവ്യൂ ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഡിലീറ്റ് ചെയ്ത്. ഏതാ സീരിയ ബ്രാൻഡ് ഭർത്താവ് വിളിച്ചു പറഞ്ഞപ്പോഴാ? അല്ല, ഭർത്താവ് വിളിച്ചു പറഞ്ഞപ്പോ. എന്തിനാ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? പുള്ളിക്ക് പേടികൾ മനസ്സിലാവും. ഒന്നിലോ എന്നോ ചെയ്താലും പറഞ്ഞു അവന്റെ പേടികൾ മനസ്സിലാവും. പോക്കാണെങ്കിൽ അങ്ങനെ കളയുന്നില്ല. പോക്കേശം മാരിവേലിന് കളഞ്ഞു. ശരി, മാരിവേലിന് സിനിമ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് എത്രയോ പടം നന്നായിട്ട് ഓടുന്നു. അവിടെ റിവ്യൂസ് കുറ്റം പറയുന്നില്ലല്ലോ. റിവ്യൂയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ റിവ്യൂയുടെ ഒരു ഗുണവും ഇല്ല. അത് നമ്മളെന്താ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമല്ലേ, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടാണ് വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടുകൂടെ പടം? അതാ പറ. പിന്നെ എന്താ റിവ്യൂയുടെ ആവശ്യം? ഇയാളുടെ അഭിപ്രായം എന്തെങ്കിലും കേൾക്കണം. ഇയാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം എന്താണ്? ഇയാൾക്ക് ചിലപ്പോൾ ഇപ്പൊ കോക്ക്, കണ്ണൂർ സ്ക്വാഡ്, കാതല, ബീസ് നെഗറ്റീവ് കൊടുത്തു പടം ഓടിയില്ലേ? ഇത് ഇവർ പറയുന്നത് റിവ്യൂ അല്ല, ഇത് നല്ല റിവ്യൂ, ഇത് അഭിപ്രായമാണ്. എന്നോട് ടിനു ബാബു ഒരിക്കൽ പറഞ്ഞു, ഞാനും പെരേരിൽ പറയുന്ന റിവ്യൂ അല്ല, ഒരു അഭിപ്രായമാണ്. അത് ആ രീതിയിൽ എടുത്താൽ മതി. ഇതിപ്പോ നിങ്ങൾക്ക് എത്രയോ പടം എനിക്ക് നിങ്ങൾക്ക് ബാന്ദ്രൻ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നുകൊണ്ട് ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണോ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഇത് പ്യുവർലി റിലേറ്റീവ്, പ്യുവർലി സബ്ജക്റ്റീവാണ്. ഒരാളിന് വേറെ ആളിന് മാറും. എനിക്ക് ഒട്ടും ഇഷ്ടത്തെ പടമാണ് താണ്ഡവം പ്രജ. പക്ഷേ ഈ രണ്ട് പടം മാക്കനോട് എൻ്റെ കൂട്ടുകാരന് ഇഷ്ടമാണ്. അത് ഓരോരുത്തർ വളരെ മോശം പറയുന്ന പടങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും. വളരെ നല്ല പടം എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാതും പോകും. തന്മാത്ര പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, നല്ല പടമാണ്, ഇഷ്ടപ്പെടാതെ പോയ ആൾക്കാരുണ്ട്. ദൃശ്യം ചെയ്താൽ ദൃശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ള ദൃശ്യം നല്ല ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ വ്യക്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. റിവ്യൂയുടെ ആവശ്യമില്ല, നിരോധിക്കുന്ന ഞാൻ പറയുന്നു. എന്തിനാ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ സിനിമയെ അല്ലെങ്കിൽ വേറെ ആൾ ബാധിക്കേണ്ട ആവശ്യം എന്താണ്? ബാഡ് ബോയ് സിനിമയുടെ കാര്യം പറയാം. പണം ബേസിക്കലി ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്ന മുമ്പേ ആലോചിക്കുന്നതായിരുന്നു. ഇനി എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല.